പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുന്നേ നിങ്ങൾ കണ്ടിട്ടുള്ള അതേ സ്ഥലം തന്നെയാണ്, പൂവാർ. ഓൾ കേരളയിൽ നമ്മൾ വന്ന് അരുവിക്കര ഡാം അല്ല പാറയിലാണത്. ശാസ്താം പാറയ്ക്ക് മുന്നേ ഉള്ളൊരു കടുമ്പുപ്പാറ പോയിട്ട് നേരെ ഇവിടെ വന്നു. ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ അന്നും ബോട്ടിങ്ങിന് പോയത്. ഇന്ന് നമ്മൾ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ട്, കൊച്ചു കുറുമാരി എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 2 മണിക്കൂർ ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. റേറ്റും കാര്യങ്ങളൊക്കെ പറയാം. നമുക്കുള്ള ബോട്ട് വന്നിട്ടുണ്ടെന്നാണ് പറയണത്. അന്ന് വന്നേക്കാളും പറ്റി നിൽക്കണല്ലേ ഉള്ളത്, അന്ന് വന്നേക്കാളും വെള്ളം കൂടുതലുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. മഴയുള്ളതുകൊണ്ട് തന്നെ വെള്ളം കലങ്ങി കിടക്കുന്നുണ്ട്. ഒരു 5 ബോട്ട് ഇവിടെ കിടപ്പുണ്ട്. അത് മുകളിൽ കൂടെ പാലം. ഏതാ ഇതാട്ടാ ഓക്കെ. നമ്മൾ ഈ സ്ഥലത്ത് നിന്നാണ് അന്നും കയറിയത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബോട്ടിലേക്ക് കയറാം, എന്നിട്ട് നമ്മളിതിൻ്റെ ടൈമിങ്ങും റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇന്നത്തെ ഹോളിഡേ നമ്മൾ അടിച്ച് പൊളിക്കാം. ഇന്നത്തെ ഹോളിഡേ എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഫ്രീ ആണ്. അതുകൊണ്ട് എല്ലാവരും ആയിട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ബോട്ടിലോട്ട് കയറാട്ടോ, ബാക്കി നമുക്ക് ഇതിന് നോക്കാം. നമ്മളെ ബോട്ടിൽ ഇന്ധനം നിറച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് അല്പം ഡിലേ ഉണ്ട്. നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. 2 മണിക്കൂറിന് 2500 രൂപയാണ് ഇവിടെ നോർമൽ ചാർജ് എന്ന് പറയണത്. അതിൻ്റെ ബോർഡ് ഞാൻ കാണിച്ചു തരാം. നോർമൽ ചാർജ് അല്ലാണ്ട് സീസൺ സമയത്തും പിന്നെ നമ്മൾ ബാർഗിൻ ചെയ്ത് വരുന്നത് പോലെയൊക്കെ ഇരിക്കും. ഇത് മാത്രമല്ല, ഒരുപാട് ബോട്ട് ക്ലബ്ബ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാണ് വന്നത് കേട്ടോ. ഓക്കെ, ഒരുപാട് ബോട്ടുകൾ കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും ഈ പാലത്തിൻ്റെ ഇടയ്ക്ക്. ഇത് മെയിൻ റോഡാണ് കേട്ടോ, പൂവാർ അവിടെ നിന്ന് വരുന്ന മെയിൻ റോഡാണ് ഈ കാണുന്നത്. ഫസ്റ്റ് നമ്മൾ ജാക്കറ്റ് എടുക്കുക, ലൈഫ് ജാക്കറ്റ്. ഓക്കെ, ഇതിൻ്റെ മുകളിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ നമ്മൾ പൂവാർ ബോട്ടിങ്. 1ാമത്തെ പ്രാവശ്യം നമ്മുടെ ഓൾ കേരളയിലെ കൂടെ നമ്മളിത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അത്യാവശ്യം നല്ല തിരക്ക് കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നവർ കാണുന്നുണ്ട്. അന്ന് വന്നതിനേക്കാളും തിരക്കുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ. സ്ഥലമെന്ന് പറയുന്നത് പൂവാറാണ്. നെയ്യാർ റിവറിൽ കൂടെയാണ് നമ്മളിപ്പോൾ പൊക്കൊണ്ട്, നെയ്യാർ നദിയിലൂടെ. എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇപ്പം നമ്മൾ രാവിലെ ഇപ്പോൾ സാറ് 6 മണിക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ 6 മണിക്ക് റെഡിയാണ്. ഇല്ലെങ്കിൽ 8 to 5:30 വരെ ഗസ്റ്റുകൾ എടുക്കും. സൺസെറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ റിട്ടേൺ മുകളിൽ. ഒരുപാട് നാളായിട്ടുണ്ടോ? ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് ബോട്ടുണ്ട്. 600 ഒരുപാട് ക്ലബ്ബാക്കില്ല. അതെ, ഇതേപോലെ ഇപ്പോൾ സാർ ഇവിടുത്തെ കയറി എനിക്ക് തിരിച്ചിതെല്ലാം കാണിച്ചിട്ട് അവിടെയാണ് ഇറക്കേണ്ടത്. ഇതേപോലെ ഓരോ ഏരിയയിൽ നിന്ന് വരുന്നവർ എല്ലാ സ്പോട്ട് കാണിക്കുന്നത് ഇതാണ്. ബീച്ചിലോട്ട് വന്നിട്ട് ബാക്കി എല്ലായിടത്തും കാണിച്ചിട്ടാണ് പിന്നെ റിട്ടേൺ അവരവർ ഇവിടെ നിന്നാണ് കയറുന്നത്, അവിടെ റിട്ടേൺ പോകും. നമ്മളിതൊരു ഐലൻഡാണിത്. കണ്ടൽക്കാടിനകത്തൂടെ പോയിട്ട് നമ്മൾ നേരെ ബീച്ചിൻ്റെ അവിടെയാണ് എത്തുന്നത്. തിരിച്ചു വരുന്നത് ഇതുവഴിയാണ്. ഇത് ചെറിയൊരു ഐലൻഡ്, ഇതിനകത്ത് വേറെ ഒന്നുമില്ല. പള്ളി ലാൻഡ് തെങ്ങുകളൊക്കെ ഉള്ളൂ, വീടുകളൊന്നുമില്ല. ഇതിൻ്റെ റൈറ്റ് സൈഡിലെന്ന് പറയുന്നത് വില്ലേജാണ്. ഇത് നമ്മുടെ പൂവാർ പഞ്ചായത്തിൽപ്പെട്ട ഏരിയയാണ്. 7ാം വാർഡ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് താമസിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ മഴ സീസണായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഓൾ കേരള സീസണിൽ നമ്മൾ പോയ സമയത്ത് അത്രയും എല്ലാ ജില്ലയിലും ഏകദേശം നല്ല രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴും
മഴയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മുടെ യാത്ര തുടക്കം മുതലേ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ക്ലൈമറ്റ് ആയിരുന്നു നമ്മൾ അന്ന് വന്നപ്പോൾ. ഇന്ന് നമ്മൾ ഉച്ച സമയത്താണ് വന്നിട്ടുള്ളത്, ഉച്ച കഴിഞ്ഞ സമയത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വെയിലും ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ വലത് സൈഡ് കടലാണ് കേട്ടോ. അതുപോലെ തന്നെ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ബീച്ചിലേക്ക് അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന റോഡ് ഇതിൻ്റെ വലത് ഭാഗത്താണ്. പൂവാർ ബോട്ടിങ്ങിൽ നമ്മൾ മെയിനായിട്ട് കാണുന്നത് കണ്ടൽ കാടുകളാണ്. ഇപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മുന്നേ വന്നപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയായിരുന്നു കാഴ്ചകൾ. പിന്നെ ഒരുപാട് കൊക്ക് വർഗ്ഗത്തിലുള്ള പക്ഷികളെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒതളങ്ങ അങ്ങനെ തുടങ്ങിയ വെറൈറ്റി ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇതൊക്കെ ഒരു തുരുത്താണ്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് കൂടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ സമീപ പ്രദേശങ്ങളിലേക്കും വെള്ളം കയറി കിടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് തന്നെ ബോട്ടിൽ ഇതാ കരിക്ക് വിൽക്കുന്ന ഒരു കാഴ്ച കാണിച്ചു തരാം. കരിക്ക് ബോട്ടിൽ തന്നെയാണ് കേട്ടോ. യാത്ര ചെയ്ത് ക്ഷീണിച്ച് വരുന്നവർക്ക് വേണമെങ്കിൽ ഇവിടുന്ന് കരിക്കൊക്കെ കുടിച്ചിട്ട് പോകാം. ഇതേപോലുള്ള കാഴ്ച നമ്മൾ കണ്ടത് സാമ്പ്രാണിക്കൊടിയാണ്. നമ്മുടെ ഓൾ കേരള ട്രിപ്പിൽ തന്നെ അടുത്ത ദിവസങ്ങളിൽ പോയ സാമ്പ്രാണിക്കൊടി അത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ്. ഈ ബോട്ട് വെച്ചുകൊണ്ട് നിൽക്കുന്ന ചേട്ടനെ കണ്ടപ്പോൾ അതൊക്കെയാണ് മനസ്സിൽ ഓർമ്മ വരുന്നത്. തിരുവനന്തപുരത്തെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഏറ്റവും ശ്രദ്ധ നേടിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ പൂവാറ്. ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിഴക്കേ അറ്റത്താണ്. ഇത് കഴിഞ്ഞ് ഒരു ഗ്രാമം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടായി. അത് പൊഴിയൂരാണ്. പൊഴിയൂർ വളരെ മനോഹരമായിട്ടുള്ള ബീച്ചും ഉണ്ട്. അതും എടുത്തു പറയാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ പൂവാറിൽ നമ്മുടെ പൊഴിമുറിയുന്ന ഒരു മനോഹര കാഴ്ചയും കൂടെ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. കടലും പുഴയുമായിട്ട് അല്ലെങ്കിൽ കടലും കായലുമായിട്ട് ഒരുമിക്കുന്ന ഒരു മനോഹര കാഴ്ച. ഏകദേശം 56 കിലോമീറ്ററുള്ള നെയ്യാർ പുഴ അത് ഇവിടെ നിന്നാണ്, അതായത് പൂവാറിൽ നിന്നാണ് കടലിലേക്ക്, അറബിക്കടലിലേക്ക് ചേരുന്നത്. ആ ഒരു മനോഹര ദൃശ്യവും ഇവിടത്തേക്ക് ആൾക്കാരെ ആകർഷിക്കുന്നുണ്ട്. ഈ സ്ഥലത്തിന് പൂവാർ എന്ന് പേര് വരാൻ കാരണം എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മാർത്താണ്ഡവർമ്മയാണ് ഈ സ്ഥലത്തിന് പൂവാറ് എന്ന് പേര് നൽകിയത് എന്നുള്ള കഥ വളരെ പ്രശസ്തമാണ്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിലെ തന്നെ 2 വാക്കുകൾ കിട്ടും. പൂവും അതുപോലെ തന്നെ പുഴ എന്ന് അർത്ഥം വരുന്ന ആറും. ഈ 2 വാക്കുകളുടെ ചേർന്നാണ് പൂവാറ് വന്നതെന്നാണ് പറയപ്പെടുന്നത്. കുറച്ച് നേരം യാത്രയ്ക്ക് ഒടുവിൽ നമ്മൾ മെയിൻ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കണ്ടുവന്നത് കണ്ടൽക്കാടിൻ്റെയും തുരുത്തിൻ്റെയൊക്കെ കാഴ്ചകളാണ്. അതിനുശേഷം നമ്മൾ നേരെ വരുന്നത് ബോട്ടിങ്ങിൻ്റെ ലാസ്റ്റ് എവിടെ നിന്ന് നമ്മൾ തുടങ്ങിയാലും എത്തുന്നത് ഈ ബീച്ച് സൈഡിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ സ്പോട്ട് എന്ന് പറയുന്ന സ്ഥലം. ബോട്ട് ക്ലബ്ബിൽ നിന്ന് നമ്മൾ ബോട്ട് ഇവിടെ വന്നതിന് ശേഷം കുറച്ച് നേരം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള അനുമതി നമുക്കില്ല. പുറത്തുനിന്ന് വരുന്നവർക്ക് ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള അനുമതി ഇല്ല കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് പ്രൈവറ്റ് വാഹനം നമ്മുടെ വണ്ടിയിൽ തന്നെ വരികയാണെങ്കിൽ നമുക്ക് ബീച്ചിലേക്കൊക്കെ ഇറങ്ങി ആസ്വദിക്കാവുന്നതാണ്. മെയിനായിട്ട് കാണിച്ചു തരുന്നത് ഇതാ ഈ കാണുന്നില്ലേ, ഒരു കുരിശടി പോലത്തെ ഒരു സ്ഥലം, ഒരു ആനപ്പാറ എന്ന് പറയുന്ന ആനയുടെ രൂപത്തിലുള്ളൊരു പാറയാണ് നമ്മൾ കാണുന്നത്. അതിനടുത്തായിട്ട് ഇപ്പോൾ ഹിറ്റാച്ചിയൊക്കെ വെച്ചിട്ട് മണൽ വാരുന്നുണ്ട്. അവിടെ എന്തോ പുതുതായിട്ട് പണി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ, ഈ കാണുന്നില്ലേ ആനയുടെ ഷേപ്പിന് ഉള്ള ഒരു പാറയില്ലേ, ഇത് നമ്മൾ മുന്നേ ഇവിടെ വന്നപ്പോൾ, കേരള ട്രിപ്പിന് ഇവിടെ വന്നപ്പോൾ ഇത് കടലിലായിരുന്നു. നേരത്തെ തന്നെ പറഞ്ഞില്ല, നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ അടുത്ത് കടൽ കാണാമായിരുന്നു. ഈ പാറയും കടലിലാണ് അന്ന് ഉണ്ടായിരുന്നത്. അന്ന് വന്നപ്പോഴും ആ ചേട്ടൻ പറഞ്ഞത് ഓർമ്മിക്കുകയാണ്, ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പുഴയിലേക്ക് ആവുമെന്ന്. അപ്പോൾ നമ്മൾ അത്രയ്ക്ക് കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ ഇന്ന് വന്ന് കണ്ടപ്പോൾ അതൊരു വലിയൊരു അത്ഭുതമായിട്ട് തോന്നി കേട്ടോ. കടൽ ഇങ്ങോട്ട് കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന പ്രതിഭാസത്തിലാണ് ഇങ്ങനെ സംഭവിക്കുക എന്ന് പറയുന്നുണ്ട്. അവർക്ക് തന്നെ കറക്റ്റ് അറിയാൻ പറ്റും, ഇന്ന മാസങ്ങളിൽ ഇതിവിടെ ആയിരിക്കും, ഇന്ന മാസങ്ങളിൽ കടലിലായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് കണക്കുകൂട്ടലുകളുണ്ട്. ഇപ്പോൾ കടലിലിരിക്കുന്ന പാറ, അതോ അവിടെ ഒരു ആനയുടെ ഷേപ്പ് പോലെ ഇരിക്കുന്ന ഒരു പാറയുണ്ട്. അപ്പോൾ നമ്മുടെ ചേട്ടൻ പറയുന്നത് ഇത് ഈ കായലിൽ ഇരിക്കുന്ന പാറയാണ്. ചില മാസങ്ങളിൽ കടൽ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഈ കായൽ അങ്ങോട്ടിറങ്ങും. അപ്പോൾ അങ്ങനെ ഇത് ഈ കായലിൽ ഇരിക്കേണ്ടുന്ന പാറയാണ് ഇപ്പോൾ കടലിൽ ഇരിക്കുന്നത്. കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അത് തിരികെ ഇങ്ങോട്ട് തന്നെ ആവുമെന്നാണ് ചേട്ടൻ പറയുന്നത്. കടലും കായലും കൂടെ തമ്മിൽ ചേരുന്ന പൊഴി മുറിയുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഈ കാണുന്നത്. ഈ കാണുന്നതെല്ലാം നമ്മുടെ ഓൾ കേരള ട്രിപ്പിൽ എടുത്ത വിഷ്വൽസ് ആണ് കേട്ടോ. ഓരോ എപ്പിസോഡും കാണുമ്പോൾ
നമുക്കിപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അന്ന് നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് ഏകദേശം 20 ദിവസത്തോളം നമ്മൾ കാറിൽ കേരളം മുഴുക്കെ കറങ്ങി വന്നത്. അടിപൊളിയായിരുന്നു. ഈ കാഴ്ചയിൽ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് പക്ഷിവർഗത്തെ കാണാൻ പറ്റും. കൊക്ക് വർഗത്തിലുള്ള ഒരുപാട് ഇനം നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ശ്രദ്ധിച്ചിരിക്കണം. ഈ കണ്ടൽ കാടുകളൊക്കെ ആയതുകൊണ്ട് അതിനകത്തൊക്കെ ആയിരിക്കും നമുക്ക് ഇതിനൊക്കെ കാണാൻ പറ്റുക. നമ്മൾ ഇതിനപ്പുറത്തേക്ക് കാണുന്നത് ഒരുപാട് റിസോർട്ടുകളുണ്ട്, റെസ്റ്റോറൻറ്റുകളുണ്ട്. ഈ പുഴയിലേക്ക് ഇറക്കി തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ള റെസ്റ്റോറൻറ്റുകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സൈഡ് കടലാണ്, ഇപ്പുറ സൈഡ് നമ്മൾ വന്നത് ഇതുവഴിയാണ്. ഇവിടെയാണ് പോലീസ് സ്റ്റേഷനും ആ ബിൽഡിംഗ് ഒക്കെ വരുന്നത്. നമ്മൾ റോഡ് വഴി വരുമ്പോൾ ഉള്ള ബിൽഡിങ് കാര്യങ്ങൾ അവിടെയാണ്. ഇപ്പുറ സൈഡ് കടലാണ്. എവിടെ പോണേ? ബോട്ടിൽ പോണേ? എങ്ങോട്ട് പോണേ? എവിടെ? കാട്ടിൽ പോണേ? പാർക്കിലാ പോണേ? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പൂവാറിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ദൂരം 30 കിലോമീറ്ററാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് 20 കിലോമീറ്ററുകളാണ് ഉള്ളത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പബ്ലിക്കായിട്ടുള്ള വഴിയാണെന്നല്ലേ. ഇതല്ല, ഇത് അവരുടെ പ്രൈവറ്റ് റിസോർട്ടുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ തന്നെ നിർമ്മിച്ചിട്ടുള്ള പാലങ്ങളാണ്. ഇതുപോലുള്ള ഒരുപാട് പാലങ്ങൾ നമുക്ക് ഈ യാത്രയിൽ കാണാൻ പറ്റും കേട്ടോ.
നമ്മൾ അവിടെയാണ് കടൽ കണ്ടത്. ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി ഒരു ഐലൻഡ് കറങ്ങി പിന്നെ എന്താ വലിയ ആ പുഴയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാ കറങ്ങിപ്പോണം. ഏകദേശം 4:30 ആവാറായിട്ടുണ്ട്. 3 മണിക്കാണ് നമ്മൾ തുടങ്ങിയത്. അതായത് മെയിൻ റോഡ് നമ്മൾ തുടങ്ങിയ അതേ സ്പോട്ടിൽ തന്നെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. പറഞ്ഞു ഓക്കെ ഏട്ടാ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പോവാറ് രണ്ടാമത്തേന് ഇതേ സ്ഥലത്ത് നിന്നാണ് തുടങ്ങിയത്. പക്ഷേ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. ഇപ്പോഴ് വിചാരിച്ചത് വേറെ ഒരു ബോട്ട് ക്ലബ്ബായിരിക്കും എന്നാണ്. പക്ഷേ ഇവിടെ തന്നെയാണ് പിന്നെയും വന്നത്. കൊള്ളായിരുന്നു. സൂപ്പറായിരുന്നു. അന്നത്തെ എന്തായാലും അടിപൊളിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറച്ചും കൂടെ കണ്ടൽക്കാട് ഉള്ളതുപോലെ, പിന്നെ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് പിന്നെ ഉച്ച സമയത്ത് വന്നപ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു അഭംഗി എന്താണെങ്കിൽ പറയാം എന്ന് തോന്നി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറച്ചുകൂടെ കണ്ടൽക്കാടുകൾ നിറയെ ഉള്ളതായിട്ട് തോന്നി. കുറേ കൂടെ വിഷ്വൽസ് നമുക്ക് തോന്നി. കൊള്ളാൻ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ വെള്ളം കൂടുതലുണ്ട്. നമ്മൾ കാണുന്ന സ്ഥലത്തോട്ടെല്ലാം വെള്ളം കയറി കിടക്കുന്നുണ്ട്, നിറഞ്ഞു കിടക്കുന്നുണ്ട്. മറ്റേ അന്ന് വന്നപ്പോൾ കുറേ ഇങ്ങ് താന്ന് കിടക്കുന്നവരാണ് അവിടെ. നമുക്ക് വന്ന് ബോട്ട് പോകുന്നുണ്ട്. ഇനി അടുത്ത ആൾക്കാരും കാത്ത്. ഓക്കെ, എന്നിരുന്നാലും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണ്. അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം. ബൈ.